ഇപ്പോൾ മാമ്പഴക്കാലമല്ലേ? എല്ലായിടത്തും നല്ല പഴുത്ത മാമ്പഴം കിട്ടുന്ന സമയമാണ്. ഇന്ന് നമുക്ക് മാമ്പഴം കൊണ്ട് ആവിയിൽ വേവിക്കുന്ന നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. പിന്നെ ഇന്ന് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഐറ്റം. കാണാൻ നല്ല ഭംഗിയല്ലേ? കേക്ക് പോലെ ഇരിക്കും. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വറുത്ത റവ വേണേ. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് വറുത്തെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ റവയെടുത്ത അതേ അളവിൽ മാമ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് കേട്ടോ. നല്ല പഴുത്ത മാമ്പഴമാണ് നമുക്കിതിന് വേണ്ടത്. ഒട്ടും പുളിയില്ലാത്ത നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സിൽ താഴെ പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി പാല് വേണം. ഒരു 3/4 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം പിന്നെ പാല് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു അര ഗ്ലാസ്സിനടുത്ത് വരുന്ന അത്രയും ഒരു 2 കൈപ്പിടി അളവിന് തേങ്ങ കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മിനിമം അരമണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമുക്കറിയാം റവ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന ഒന്നാണ്. അരമണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം നമ്മൾ ആ ബാക്കി വെച്ചിരിക്കുന്ന പാല് ചേർക്കാൻ. കണ്ടോ, കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിരിക്കുന്ന പാല് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഈനോ സോൾട്ട് ഇല്ലേ, അതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാൻ ഈനോ സോൾട്ട് ചേർക്കുന്നത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. നമ്മുടെ ഈ ഒരു ഐറ്റം കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ബേക്കിംഗ് സോഡയിൽ തന്നെയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഉപയോഗിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഈനോ സോൾട്ടിൽ കാണിച്ചത്. ഈനോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്ന അത്രയും ഫ്ലഫി ആയിട്ട് കിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതിയോളം ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ബാക്കി വന്ന ബാറ്റർ ഞാനൊരു കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക. ഏതാണ്ട് ഒരു 30 മിനിറ്റോളം എടുക്കും നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ. ഇത് ചൂടായിട്ടിരിക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ. ഇതിൻ്റെ ബാക്ക് കണ്ടോ, നല്ല കേക്ക് പോലെ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ മാമ്പഴക്കാലമൊക്കെ തീരുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്